പുലിവാൽ കല്യാണം എന്ന സിനിമയിലെ ഒരു സീൻ ഓർമ്മയില്ലേ? കല്യാണ മണ്ഡപത്തിൽ നായകനും മറ്റൊരാളും ചെറുക്കന്റെ വേഷത്തിൽ മണ്ഡപത്തിൽ കയറിയിരിക്കുന്നത്. അതുപോലെ ഒരു സംഭവമാണ് ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലെ ഖദൌലി പ്രദേശത്ത് സംഭവിച്ചത്. ഒരു വധുവിന് താലി ചാർത്താൻ ഷിംലയിൽ നിന്നും മീററ്റിൽ നിന്നും താലിയുമായി എത്തിയത് 2 വരന്മാർ. വരന്മാർ പരസ്പരം കണ്ടമ്പരന്നു. വധു രണ്ടുപേരെയും കണ്ടമ്പരന്നു. എന്നാൽ മൂവരുടെയും വീട്ടുകാർ ഇതിൽ അമ്പരക്കാൻ നിൽക്കാതെ നേരെ അടിയിലേക്ക് കടന്നു. അങ്ങനെ കല്യാണപ്പന്തൽ സംഘർഷരഹിതമായി. ഇതൊക്കെ കണ്ടു നിന്നൊരു ഗ്രാമവാസി പോലീസിലേക്ക് വിളിച്ചപ്പോൾ അവർ അമ്പരന്നത് മറ്റൊരു കാര്യമറിഞ്ഞാണ്. വധുവിന് പ്രായപൂർത്തിയായിട്ടില്ല. ബാലവിവാഹം നടക്കാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ് അധികൃതർ നേരത്തെ തന്നെ അവിടെ എത്തി, കൂടെ പോലീസും. പെൺകുട്ടിയുടെ പ്രായം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ വീട്ടുകാർക്ക് പറ്റാത്തതിനാൽ കുട്ടിയെ അധികൃതരും പോലീസും ചേർന്ന് ചൈൽഡ് ലൈൻ 1 സ്റ്റോപ്പ് സെന്ററിലേക്ക് കൊണ്ടുപോയി. കൂടുതൽ സഹായത്തിനായി അവളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാക്കും. വൈദ്യപരിശോധനയിലൂടെ പെൺകുട്ടിയുടെ പ്രായം നിർണ്ണയിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. സംഭവങ്ങളുടെ എല്ലാം തുടക്കം ഷിംല ജില്ലയിലെ ബാബരി ഗ്രാമത്തിലാണ്. ബാബരി സ്വദേശിയായ പ്രദീപ് കുമാറുമായി പെൺകുട്ടിയുടെ വിവാഹം ഏകദേശം 6 മാസം മുമ്പ് തന്നെ നിശ്ചയിച്ചിരുന്നതാണ്. വീട്ടുകാർ തമ്മിൽ ആലോചിച്ചുറപ്പിച്ച ഈ ബന്ധം ഗ്രാമവാസികൾക്കും അറിയാമായിരുന്നു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ഇരു വീട്ടിലും സജീവമായി നടന്നു വരികയായിരുന്നു. എന്നാൽ ഇതിനിടയ്ക്കാണ് ഈ സംഭവ വികാസങ്ങളുടെ എല്ലാം മൂലഹേതുവായ ആ സംഭവം ഉണ്ടായത്. വിവാഹം നടക്കുന്നതിന്റെ തൊട്ട് മുൻപുള്ള തിങ്കളാഴ്ച വരന്റെ സഹോദരൻ മരണപ്പെടുന്നു. വീട്ടിലുണ്ടായ ഈ മരണം പ്രദീപിന്റെ കുടുംബത്തെ കടുത്ത മാനസിക വിഷമത്തിലാക്കി. മരണം നടന്ന സാഹചര്യത്തിൽ നിശ്ചയിച്ച ദിവസം തന്നെ വിവാഹം നടക്കുമോ എന്ന കാര്യത്തിൽ പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് ആശങ്കയുണ്ടായി. അവർ പ്രദീപിന്റെ വീട്ടുകാരെ ബന്ധപ്പെട്ടെങ്കിലും വിവാഹ കാര്യത്തിൽ വ്യക്തമായൊരു ഉറപ്പ് നൽകാൻ ദുഃഖത്തിലായിരുന്നവർക്ക് സാധിച്ചില്ല. വിവാഹ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയ പെൺകുട്ടിയുടെ പിതാവ് നിശ്ചയിച്ച ദിവസം തന്നെ വിവാഹം നടന്നില്ലെങ്കിൽ അത് കുടുംബത്തിന് അപമാനമാകുമെന്ന് ഭയന്നു. ഈ പരിഭ്രാന്തിക്കിടയിൽ അദ്ദേഹം എടുത്ത തീരുമാനമാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയത്. ആദ്യ വരന്റെ വീട്ടിൽ നിന്ന് ഉറപ്പൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് തിങ്കളാഴ്ച വൈകുന്നേരം തന്നെ പെൺകുട്ടിയുടെ വീട്ടുകാർ മറ്റൊരു ആലോചന നടത്തി. മീററ്റിലെ ഡിഗ്ഗി ഗ്രാമവാസിയായ ആകാശുമായി അവർ വിവാഹം ഉറപ്പിച്ചു. ചൊവ്വാഴ്ച തന്നെ വിവാഹം നടത്താമെന്ന ധാരണയിൽ ആകാശും കുടുംബവും സമ്മതിച്ചു. ഇതോടെ ഒരേ ദിവസം തന്നെ 2 വിവാഹ ഘോഷയാത്രകൾ ഒരേ ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിച്ചു. വിവാഹ ദിവസം ഷംലിയിൽ നിന്ന് പ്രദീപ് കുമാറും മീററ്റിൽ നിന്ന് ആകാശും ബാൻഡ് മേളങ്ങളുടെയും ആഘോഷങ്ങളുടെയും അകമ്പടിയോടെ വധുവിന്റെ ഗ്രാമത്തിലെത്തി. ഒരു വീടിന് മുന്നിൽ 2 വരന്മാരും എത്തിയതോടെ വധുവിന്റെ വീട്ടുകാരും ഗ്രാമവാസികളും അമ്പരന്നു. വധുവിനു വേണ്ടി 2 ഭാഗത്തു നിന്നും അവകാശവാദം ഉയർന്നതോടെ തർക്കം വാക്കേറ്റത്തിലേക്കും പിന്നീട് കയ്യാങ്കളിയിലേക്കും നീങ്ങി. ഗ്രാമത്തിൽ വലിയ തോതിലുള്ള സംഘർഷാവസ്ഥയാണ് ഇത് സൃഷ്ടിച്ചത്. വിവാഹ പന്തലിലെ ഈ ബഹളങ്ങൾക്കിടയിലാണ് നിർണായകമായ മറ്റൊരു ഇടപെടൽ ഉണ്ടായത്. വധുവിന് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് ആരോപിച്ച് ഗ്രാമവാസികളിൽ ഒരാൾ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ വിവരമറിയിച്ചു. ബാലവിവാഹം നടക്കാൻ സാധ്യതയുണ്ടെന്ന സന്ദേശം ലഭിച്ചതോടെ പോലീസും ചൈൽഡ് ഹെൽപ്പ് ലൈൻ അധികൃതരും ഉടനടി സ്ഥലത്തെത്തി. അധികൃതർ പെൺകുട്ടിയുടെ പ്രായം തെളിയിക്കുന്ന രേഖകൾ ആവശ്യപ്പെട്ടെങ്കിലും വീട്ടുകാർക്ക് ഒന്നും ഹാജരാക്കാൻ കഴിഞ്ഞില്ല. പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ലെന്ന് പ്രാഥമികമായി ബോധ്യപ്പെട്ടതോടെ ഉദ്യോഗസ്ഥർ വിവാഹം തടഞ്ഞു. ഇതോടെ 2 വരന്മാർക്കും വിവാഹം കഴിക്കാതെ മടങ്ങേണ്ടി വന്നു. ആദ്യ കാഴ്ചയിൽ ഇതൊരു തമാശയായി തോന്നാമെങ്കിലും നോർത്തിലെ ഉൾഗ്രാമങ്ങളിൽ ബാലവിവാഹം ഇന്നും പണ്ടുള്ളതുപോലെ മറയില്ലാതെ നടക്കുന്നു എന്ന നാണിപ്പിക്കുന്ന സത്യമാണ് ഈ വാർത്തയിലൂടെ വെളിവാകുന്നത്. ഇന്ത്യയിൽ ശൈശവവിവാഹ നിരക്ക് പൊതുവെ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില ഉൾഗ്രാമങ്ങളിൽ ഇതിപ്പോഴും ഗൗരവകരമായൊരു പ്രശ്നമാണ്. ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ശൈശവവിവാഹം ഇപ്പോഴും വ്യാപകമാണ്. ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം ഇന്ത്യയിൽ 20-നും 24 വയസ്സിനിടയിലുള്ള സ്ത്രീകളിൽ 23% പേരും 18 വയസ്സിന് മുമ്പ് വിവാഹിതരായവരാണ്. പശ്ചിമ ബംഗാൾ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇത് 40%-ന് മുകളിലാണ്. പ്രധാനമായും ഇത്തരം അനാചാരങ്ങൾ ഇന്നും തുടർന്നു പോകുന്നത് ജനങ്ങളുടെ വിദ്യാഭ്യാസക്കുറവോ അല്ലെങ്കിൽ ഇന്ത്യൻ നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയോ ആണ്. അതിനാലാണ് ബാലവിവാഹത്തിന് 2 വർഷം കഠിന തടവും 1 ലക്ഷം പിഴയും ഉണ്ടെന്നിരിക്കെ ഇന്നും ഇത് തുടരുന്നത്. കൂടാതെ ദാരിദ്ര്യവും സുരക്ഷാ ഭീഷണിയും ബാലവിവാഹത്തെ ഒരു സാമൂഹിക ആചാരമായി കാണുന്നതെല്ലാം ഇതിൻ്റെ നിലനിൽപ്പിന് കാരണമാകുന്നു. ഉത്തർപ്രദേശിലെ ഈ സംഭവം പോലീസിൻ്റെയും അധികൃതരുടെയും സമയത്തുള്ള ഇടപെടലിൽ തടയാൻ സാധിച്ചു. എന്നാൽ ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങളിൽ ഇന്നോ ഈ നിമിഷത്തിലോ ഒരു കുരുന്നു ബാലികയുടെ ബാല്യത്തെ തച്ചുടയ്ക്കുന്ന ഈ അനാചാരം നടക്കുന്നുണ്ടാകാം.